റെജി ലൂക്കോസ്, ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാനാവില്ല. വിദ്യാഭ്യാസ മേഖലയിലും ഇങ്ങനെ നടക്കുകയാണ്. ഒരു സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് മന്ത്രി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. എന്താണ് ഈ നടക്കുന്നത്? അല്ല മഞ്ജുഷേ, അത് ഗുരുതരമായ വീഴ്ച തന്നെ. യാതൊരു തർക്കമില്ല. കുഞ്ഞിന്റെ ജീവന നഷ്ടപ്പെട്ടിരിക്കുന്നത് അതൊരു ഏത് മനുഷ്യന്റെ ജീവനാണെങ്കിലും ബലപ്പെട്ടതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. തന്നെ ഈ സൈക്കിൾ ഷെഡ് എന്ന് പറയുന്ന കെട്ടിടമായിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ആ അകലം, അതായത് 2.5 മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നുള്ളതാണ് ഒരു കെട്ടിടവുമായിട്ട് വൈദ്യുതി ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്നുള്ളവരും കൃത്യമായ രീതിയിൽ അവിടെ നമുക്ക് ആ നിയമം ഉള്ളപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് 1-2 അടി മാത്രം ഡിസ്റ്റൻസിൽ ഈ വൈദ്യുതി ലൈനിൽ പിന്നെ അവിടെ വന്നപ്പോൾ അതിനുശേഷം നിർമ്മിച്ച ഈ കെട്ടിടം ഗുരുതരമായ രീതിയിലുള്ള ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്. യാതൊരു തർക്കമില്ല. അതിപ്പോ ആരുടെ കീഴിലുള്ള സ്കൂളായാലും ഏത് മാനേജ്മെന്റ് ആണെങ്കിലും നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. രാവിലെ 8:30 സ്കൂളിലെത്തി തന്റെ അച്ഛൻ കൊണ്ട് ആക്കി ആ കുഞ്ഞിന്റെ അമ്മ മറ്റൊരു രാജ്യത്ത് ഒരു കുടുംബത്തോടൊപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നു. അവരിപ്പോൾ അവരെ വിവരങ്ങൾ അറിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് തുർക്കിയിലോ മറ്റേ അവരിപ്പോൾ ആ കുടുംബത്തോടൊപ്പം യാത്രയിലാണ്. എന്തായാലും ആ അമ്മ എങ്ങനെ സഹിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു നമുക്കൊരു ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഈ ആവർത്തിച്ച് ഇങ്ങനെ വീഴ്ച വരികയാണല്ലോ. ഇപ്പോൾ ന്യായീകരണങ്ങളൊക്കെ പലതും പറയാനുണ്ടാവും. ഇപ്പോൾ പരസ്പരമുള്ള പഴിചാരലാണ് കാണുന്നത്. പക്ഷെ ഇത് തലവിറങ്ങലിച്ച് പോകുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. എത്ര തവണ ചൂണ്ടിക്കാണിച്ചാലും ഈ ബന്ധപ്പെട്ട ഒരു വകുപ്പുകളും പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഈ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് എന്തെല്ലാം മേനിയാണ് പറയുന്നത്. അവിടെ ഒരു വലിയ സർക്കുലർ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തവണ. ഒരു തരത്തിലും ഉള്ള വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അവിടെ ഈ വൈദ്യുതി ലൈനുമായി തൊട്ടടുത്ത് ഉള്ള ഏതെങ്കിലും കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല. അവിടെ ആ സ്കൂൾ പ്രവർത്തിക്കാനേ പാടില്ല. തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നും. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഉണ്ടെങ്കിൽ അത് അനധികൃതമായി നേടിയെടുത്തതാവുമല്ലോ. ഇത് CPM-ന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. CPM-ന്റെ ഏരിയ സെക്രട്ടറിയോ അങ്ങനെ കണ്ടാണ് ഈ സ്കൂളിന്റെ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമവിരുദ്ധമായ രീതിയിൽ അനുമതി നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് ശ്രീ റെജി ലൂക്കോസ്. ഇതിനെ നേരത്തെ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റം എറർ, സിസ്റ്റത്തിന് തകരാർ സംഭവിക്കുകയാണ്. അപ്പോൾ കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്നതിന് ഉദാഹരണമാണല്ലോ ഈ കാണുന്നതൊക്കെ. അല്ല, നിങ്ങളിത് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ തന്നെ CPM-നെ വിചാരണ ചെയ്യാനാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടായിരുന്നു. CPM-നെ കുഞ്ഞിന്റെ മരണം സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. അതിൽ കുറ്റക്കാരാണെങ്കിൽ ആരുടെ പേരിലാണെങ്കിലും നടപടി സ്വീകരിക്കാവുന്നതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പൗരബോധം എന്ന് പറയുന്നത്. ഒരു വ്യവസായത ജനാധിപത്യ സംവിധാനം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിവിടെ ഡിബേറ്റ് കൊണ്ടത്. ഞാൻ ഈ മരണത്തെ ന്യായീകരിച്ചിട്ടില്ല. അല്ല, ന്യായീകരിക്കാൻ പറ്റില്ല. അതല്ല ശ്രീ റെജി ലൂക്കോസ്, നമ്മളിത് എത്രയോ തവണ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ വലിയൊരു വീഴ്ച സംഭവിച്ച സമയത്തും ഇത് തന്നെയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ, ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുകയാണ്, 13 വയസ്സുകാരന്റെ ജീവൻ എടുക്കുകയാണ്. ആ കുട്ടിക്ക് എന്തറിയാം ഇങ്ങനെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന കാര്യം? ഇത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. ഈ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത് KSEB-ക്കും അറിയാം, സ്കൂളുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നാട്ടുകാർ സ്ഥിരമായിട്ട് പരാതി പറയുന്നു. ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ആ ലൈൻ നീക്കുവാൻ ഞങ്ങൾ KSEB-യോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. KSEB പറഞ്ഞത് ഇത് അവിടെ കൊണ്ട് ഷെഡ് പണിഞ്ഞതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന്. ഈ ഷെഡ് പണിതൊക്കെ KSEB-ക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തുന്നതാണല്ലോ. അതിനാണല്ലോ വൈദ്യുതി മന്ത്രിയും മേനി നടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വലിയ സുരക്ഷാ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന്. ഒരു ഓഡിറ്റിംഗും നടക്കുന്നില്ല. നമ്മൾ തന്നെ ഒരു വൈദ്യുതി ലൈൻ താണു കിടക്കുന്നു എന്ന് KSEB-യിൽ പറഞ്ഞാൽ നമ്മുടെ റിസ്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ ആരും അത് തിരിഞ്ഞു നോക്കാറില്ല. ഒരു മരം വീഴുമെന്ന് പറഞ്ഞാൽ പോലും, ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല. ഇതൊക്കെ സംഭവിക്കുകയാണ് നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഉദ്യോഗസ്ഥർക്കുമുണ്ട്, മന്ത്രിക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. ഈ സർക്കുലറൊക്കെ വെറും കടലാസ് തുണ്ടുകൾ മാത്രമാവുകയാണ്. മഞ്ജുഷ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന ഒരു അപാകതയാണ്. വിദ്യാഭ്യാസ മേഖല എന്ന് പറയാൻ പറ്റില്ല, സ്കൂളിൽ വന്നൊരു അപാകതയാണ്. നമുക്കതിന് ആരോഗ്യപരമായ ചർച്ചയിലേക്ക് കൊണ്ടുപോകും. അല്ലാതെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തായാലും ആ കുറ്റവാളികളെ വെറുതെ വിടണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അഭിപ്രായം മാത്രമല്ല, അവരെ ശിക്ഷിക്കപ്പെടുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വീഴ്ചകൾ ആ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. തന്നെയുമല്ല, KSEB-യുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. KSEB-യുടെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 90% മുകളിലുള്ള KSEB ഉദ്യോഗസ്ഥന്മാരും വളരെ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് വെളിച്ചം തരുന്നവർ, അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് കേരളത്തിൽ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഈ സ്കൂളിനോട് ചെയ്ത അവരുടെ നിരുത്തരവാദിത്വം കുറ്റകരമായ അനാസ്ഥയാണ്. നടപടി സ്വീകരിച്ചേ പറ്റൂ, ഒരു സംശയമില്ല. അതുപോലെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അവിടുത്തെ അധ്യാപകർ, അവർക്ക് കണ്ടുകൂടെ ഈ വളരെ അതീവ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിൽ സ്കൂളിന്റെ കെട്ടിടത്തിനോട് ചേർന്ന് അതും 3 ഫേസ് ലൈന് വലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർക്കും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്കും നോൺ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ ഉണ്ട്.
അവര് കൊച്ചു കുട്ടികളുടെ മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. കുട്ടികൾ എവിടെ എവിടെ എന്ത് ചെയ്യാനായിട്ട് തയ്യാറാണ്, അവരുടെ ഏജ് അതാണ്. അവരെ നല്ല രീതിയിൽ അവരെ ഇവരോട് അങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ വരും എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഇവര് മെയ് 15-ാം തീയതി അവിടെ നടത്തിയ സുരക്ഷാ യോഗത്തിൽ ഈ KSEB-യോട് വാക്കാൽ പറഞ്ഞത് ഇത് അപകടത്തിൽ നിൽക്കുവാണ്, അവിടെ മാറ്റണമെന്ന്. KSEB ഉദ്യോഗസ്ഥന്മാർ അത് ഇപ്പൊ പറഞ്ഞു തന്നെ ഞങ്ങളോട് വാക്കാലാ പറഞ്ഞേ. DUM പറയുന്നത് ഈ വാക്കാല് പറഞ്ഞാൽ പോരെ. ഇപ്പൊ എന്റെ വീടിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കമ്പി ഒഴിഞ്ഞു വീണു പട്ടാപ്പകല്. ഞാൻ KSEB വിളിച്ചു, 2 മിനിറ്റുണ്ട് അവരോട് വന്ന് അത് റെക്ടിഫൈ ചെയ്തു, അത് റീകൺസ്ട്രക്ട് ചെയ്തു, അത് ചാർജ് ചെയ്തെന്ന്. അതേസമയം വിളിച്ചു പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നത്? ഇതൊക്കെ സംഭവിക്കാത്ത കാര്യങ്ങൾ. എന്ന് പറഞ്ഞ പോലെ ഈ KSEB-യുടെ ഉദ്യോഗസ്ഥന്മാർ അപ്പോൾ തന്നെ, പ്രത്യേകിച്ച് സ്കൂളിന്റെ നിയമം എങ്ങനെയാണ് സ്കൂൾ നടത്തേണ്ടത്, സ്കൂളിന്റെ പ്രൊട്ടക്ഷൻ എന്താന്ന് കൃത്യമായ രീതിയിൽ ഗൂഗിളിൽ അടിച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. അവരെന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾക്കറിയാം, ഒരു ട്രാൻസ്ഫോർമർ പോലും സ്കൂളിന്റെ പരിസരത്ത് വെക്കാൻ പാടില്ല. ഹൈ ടെൻഷൻ വൈദ്യുതി ഉള്ളിടത്ത് ഒരു കാരണവശാൽ സ്കൂൾ പ്രവർത്തിക്കാൻ പാടില്ല. ആ സ്കൂൾ പ്രവർത്തിക്കാൻ അനുമതി കിട്ടിയത് ഒറ്റ കാരണം കൊണ്ടാണ്, CPM-ന്റെ നിയന്ത്രണത്തിലാണ്, CPM നേതാവിന്റെ നിയന്ത്രണത്തിലാണ് ആ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അല്ല, ആ ആനുകൂല്യം കിട്ടിക്കൊണ്ടേയിരിക്കും റെജി ലൂക്കോസ്. അത് എത്ര കണ്ണടച്ചിട്ടാക്കിയിട്ടും കാര്യമില്ല. ഭരിക്കുന്ന പാർട്ടിയാകുമ്പോൾ ആ ഒരു ആനുകൂല്യം കിട്ടും. അതിന്റെ ഒരു ഫലം കൂടിയാണ്, അതിന്റെ ഒരു ദുർഗതി കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ആ സ്കൂൾ മാനേജ്മെന്റിന് അറിയില്ല എങ്കിൽ ആ സ്കൂൾ മാനേജറെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അയാളെ വെറുതെ വിടാൻ പാടില്ല. എത്രയോ വർഷങ്ങളായിട്ട് അതവിടെ ഉണ്ട്, എന്നിട്ടും ഇതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല ഇങ്ങനെ കുട്ടികൾക്ക് അങ്ങോട്ട് കയറി പോകാനായിട്ട്, കുട്ടികളാണ്, അവർ എവിടെയും കയറും, അവർക്ക് കയറി പോകുവാൻ സൗകര്യപ്രദമായ രീതിയിൽ അവിടെ ജനാലകൾ പോലും ഇല്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന സ്കൂൾ മാനേജ്മെന്റ് തന്നെ, അവരാണ് പ്രാഥമിക ഉത്തരവാദികൾ. KSEB രണ്ടാമതാണ് വരുന്നത്. 2 പേർക്കും ഉത്തരവാദിത്തമുണ്ട്. ശ്രീ ജോർജ്